ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നല്ലൊരു ദിവസമായിരുന്നല്ലേ, നല്ല മഞ്ഞൊക്കെയായിരുന്നു. രാവിലെ കുട്ടികളെയൊക്കെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ച് വീട്ടിലെത്തിയിട്ട് കറണ്ട് അഫയേഴ്സ് ക്ലാസ് ആട്ടോ കണ്ടത്. അതിനിടയ്ക്ക് ഞാനൊന്ന് അവിടെ ഒന്ന് ഒതുക്കുകയൊക്കെ ചെയ്തു, വൃത്തിയാക്കി റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം എല്ലാം കൂടെ ബുക്കുകൾ, പേപ്പറുകൾ, അതിൻ്റെ നോട്ട്സ്, ഷോർട്ട് നോട്ട്സ് എഴുതിയതും അല്ലാതെ നോട്ട്സ് പ്രിപ്പയർ ചെയ്തതും എല്ലാം ഇല്ല. റൈറ്റിംഗ് ബോർഡ് എടുത്ത കാരണം ഒന്നും ക്ലിയർ അല്ലായിരുന്നു. അങ്ങനെ അതൊന്നൊക്കെ അടുക്കി പെറുക്കുന്നതിനടുത്ത് പിന്നെ ഞാൻ ക്ലാസ് കൂടെ കേട്ടോണ്ടിരുന്നു കേട്ടോ. കാര്യം ക്ലാസ് പക്ഷേ ഇടയ്ക്ക് കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നുകൂടെ റിവൈൻഡ് ചെയ്ത് ഇടയ്ക്ക് കിട്ടാത്ത പോയിൻറ്റ്സ് ഒന്നുകൂടെ അടിച്ച് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പഠിത്തമൊക്കെ നടക്കുന്നെന്ന് വിചാരിക്കുന്നു. അപ്പോൾ രാവിലെ നമുക്ക് ഫ്രഷപ്പ് ചെയ്യാനായിട്ട് എപ്പോഴും ഒരു കറണ്ട് അഫയേഴ്സ് ക്ലാസ് കാണുന്നതോ അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സിൻ്റെ നോട്ട്സ് എഴുതുന്നതോ നമുക്ക് അതൊരു നല്ലൊരു ഡേ ആയിട്ട് തുടങ്ങും കേട്ടോ. മാക്സിമം പറ്റുന്നവരെല്ലാവരും കറണ്ട് അഫയേഴ്സ് ക്ലാസ് എവിടെ നിന്നൊക്കെ രാവിലെ കിട്ടുന്ന, അല്ലെങ്കിൽ നമ്മൾ ന്യൂസ് പേപ്പർ റീഡ് ചെയ്ത് എഴുതുന്നത് ബെറ്റർ ആയിരിക്കും എല്ലാവർക്കും. അപ്പോൾ രാവിലെ ഞാൻ ഇന്ന് ഈ ക്ലാസ് നമ്മുടെ എൻട്രിയുടെ ക്ലാസ്സാണ് കണ്ടത്. ഒരു 9 മണി വരെ കാണും ക്ലാസ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് എടുത്ത് എഴുതാമെന്നേ ഉള്ളൂ. പിന്നെ മാക്സിമം നമ്മൾ എഴുതി വെക്കുന്നതിനേക്കാളും നല്ല കൂടുതലും നമ്മൾ കേട്ട് പോവാം കേട്ടോ. ഗ്രാസ്പ് ചെയ്യാൻ നല്ലത് കറണ്ട് അഫയേഴ്സ് കൂടുതലും കേട്ടിരിക്കുന്നതായിരിക്കും. അതാകുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കും. എനിക്ക് ഈ രണ്ടിലും കൂടെ ഉള്ള ഒരു ഇത് ശരിയാവത്തില്ല, എഴുതുന്നതും നമ്മൾ കേൾക്കുന്നതും കൂടെ ഒരുമിച്ചാവുന്നത്. അപ്പം എല്ലാവരും പറയും നോട്ട്സ് എഴുതിയും കൂടെ പോകാനാണ്, പക്ഷേ എനിക്കത് പറ്റുന്നില്ല. പിന്നെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും പഠിക്കാമായിരുന്നു കേട്ടോ. ഇന്ന് പോകുമ്പോഴത്തേക്ക് 9:10 9:10 കഴിഞ്ഞപ്പോൾ ഞാൻ കരുതി ഇന്ന് ഒരു ടോപ്പിക് എടുത്തിട്ട്, കാരണം 28-ാം തീയതി എക്സാം ആണല്ലോ. അപ്പം ഇന്നൊരു ടോപ്പിക് എടുത്ത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇരിക്കാമെന്ന് കരുതി. നമ്മുടെ PYQ തന്നെ നോക്കിയിട്ട് ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യാമെന്ന് കരുതി കേട്ടോ. നമുക്ക് കുറച്ച് പോർഷൻസ് അല്ലേ ഉള്ളൂ. ഇത് നമ്മൾ പഠിച്ച പണ്ട് നമ്മൾ PYQ, നമ്മൾ ഫിലിംസൊക്കെ എഴുതിയ കുട്ടികളാണെങ്കിൽ വലിയ കുഴപ്പം കാണത്തില്ല. ഈ ദിവസം കൊണ്ട് നമുക്ക് പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ സിലബസ്. അങ്ങനെ ഞാനൊരു 1:30ക്ക് അലാം വെച്ചു കേട്ടോ. 1:30 ഒരു ഉച്ചയ്ക്ക് 1:30ക്ക് ഒരു അലാം വെച്ചിട്ട് ഞാനൊന്ന് നമ്മുടെ ലെറ്റർ പാഡിലൊന്ന് എഴുതി വെച്ചു ഏതാ പഠിക്കുന്നതെന്നുള്ളത്. അപ്പോൾ രാവിലെ ഞാൻ കരുതി കേരള ഹിസ്റ്ററി മാത്രം ഒന്ന് നോക്കി PYQ എടുത്ത് ഇന്ന് ആ ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യാമെന്ന് കരുതി എഴുതി വെച്ചു. വേറെ ഒന്നും എഴുതിയില്ല കേട്ടോ. അപ്പം മാത്സ് കൊണ്ട് നോക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ടൈം കിട്ടുവാണെങ്കിൽ നോക്കാമെന്ന് എഴുതിയിട്ട് അങ്ങനെ എഴുതിയത്. കേരള ഹിസ്റ്ററി മാത്രം എഴുതി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ പഠിക്കുക എടുത്തു കേട്ടോ. ഒരു 12 മണി വരെ സാധാരണ ഞാൻ കുറച്ച് നേരം വീഡിയോ എടുത്തിട്ട് പിന്നെ അത് ഓഫ് ചെയ്തിട്ട് പഠിക്കുക ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇന്നും അതുപോലെ തന്നെ പകുതി വരെ ഞാൻ പഠിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ശരിക്കും ഒരു മറ്റേ കഫ് സിറപ്പും പിന്നെ വീസിങ്ങിൻ്റെ മെഡിസിനൊക്കെ എടുത്തിട്ടായിരുന്നത്. അതാണ് ഭയങ്കര ക്ഷീണമായിപ്പോട്ടെ. ഞാൻ അതിനിടയ്ക്ക് ഉറങ്ങിപ്പോയി. എപ്പോഴാണ് എഴുന്നേറ്റതെന്ന് എനിക്കറിയത്തില്ല, എപ്പോഴാണ് ഉറങ്ങിപ്പോയെന്ന് എനിക്കറിയത്തില്ല. ഒരു 12 മണിക്കെങ്ങാണ്ട് ഞാൻ ഉറങ്ങിപ്പോയി ഞാനിടയ്ക്ക്. അത് കഴിഞ്ഞിട്ട് 12:30 ആയി ഞാൻ എഴുന്നേറ്റപ്പോഴത്തേക്ക്. നല്ലൊരു എഫക്റ്റായിരുന്നു ആ ഒരു മെഡിസിനൊക്കെ. അപ്പം ഞാനത് ഓർത്തില്ല, അത് ഇതായിട്ടാണ് ഇരുന്നത്. നമ്മൾ പക്ഷേ വീഡിയോ എടുക്കുവാണെങ്കിൽ നമ്മൾ അലേർട്ടായിട്ടിരിക്കും. പക്ഷേ ഇത് അതിൻ്റെ ഇടയിൽ ഞാൻ ഓഫ് ചെയ്യും. അപ്പോഴത്തേക്ക് പഠിച്ച് പകുതി ആയപ്പോഴത്തേക്ക് ഞാൻ എപ്പോഴും ഉറങ്ങിപ്പോയി. പിന്നെ ഞാൻ കരുതി അതെന്തായാലും കണ്ടിന്യൂ ചെയ്തിട്ട് തന്നെ ഇരിക്കാമെന്ന്. അങ്ങനെ വീണ്ടും 12:30 കഴിഞ്ഞപ്പോഴാണ് വീണ്ടും ഇരുന്നത് കേട്ടോ. പിന്നെ നോക്കിയപ്പോൾ ടൈമിൽ പിന്നെ അപ്പോഴത്തേക്ക് ഞാൻ പിന്നെ 1:30 ആയപ്പോഴാണ് പിന്നെ വീഡിയോ എടുത്തത്. അപ്പം 1:30യുടെ അലാം സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് അടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ കരുതി അത് കംപ്ലീറ്റ് ചെയ്യാമെന്ന്. മാക്സിമം നമ്മൾ അത് എഴുതി വെച്ചിരുന്നതാണല്ലോ, അത് നമുക്ക് മാക്സിമം അത് നമുക്കൊരു ഒരു ടാർഗറ്റ് ഉണ്ടല്ലോ. നമ്മൾ എഴുതി വെച്ചിട്ട് അത് കംപ്ലീറ്റ് ചെയ്യണമെന്നൊരു ടാർഗറ്റ് വരുമ്പോൾ നമുക്കത് ഭയങ്കര ഒരു ഇൻസ്പിറേഷനാണ്. നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, നമ്മളൊന്ന് ടിക്ക് ചെയ്ത് പോകണം എന്ന് ആലോചിക്കുമ്പോൾ. അങ്ങനെ ഞാൻ വിചാരിച്ച് 2 മണി വരെ ഞാൻ അങ്ങനെ നോക്കി കേട്ടോ. 2 മണി വരെ മാക്സിമം ഞാൻ നോക്കാൻ പറ്റും. നമ്മുടെ കേരള ഹിസ്റ്ററിയിൽ തന്നെ നമ്മുടെ രാജവംശങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിലുള്ള PYQs മാക്സിമം പറ്റുന്നതെല്ലാം ഞാൻ നോക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ പഠിച്ച കുട്ടികളൊക്കെ ആണെങ്കിൽ അത് ഈസി ആയിരിക്കും കേട്ടോ. നമ്മൾ ഒരു റിവിഷൻ മെത്തേഡ് തന്നെയാണ് നമ്മൾ ഈ PYQ നോക്കി പോകുന്നത്. ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എന്തായാലും വിചാരിച്ചു കൂടുതലായിട്ട് എടുത്ത് നമ്മുടെ ഡീറ്റെയിൽസ് ഒന്നിലോട്ട് പോകുന്നില്ല. കാര്യം ഉള്ളതും പോവും, പഠിച്ച കാര്യങ്ങളും പോവും. പുതിയതായിട്ട് ഒന്ന് എടുക്കുകയാണെങ്കിൽ ആ കാര്യങ്ങൾ നമുക്ക് കിട്ടത്തില്ല. അപ്പം രണ്ടിൻ്റെ ഇടയിലായിപ്പോൾ നമുക്ക് ആ സമയത്ത് അപ്ലൈ ചെയ്യാനൊക്കത്തില്ല. കാര്യം എപ്പോഴും ഒരു 2 ആൻസേഴ്സിൽ വന്ന് നമ്മളെപ്പോഴും ഒരു കണക്റ്റ് അല്ലാതെ ഇങ്ങനെ നിൽക്കും. കാര്യം നമുക്ക് അതാണോ ഇതാണോ എന്നൊരു കൺഫ്യൂഷനിൽ നമ്മളങ്ങനെ നിൽക്കും. ആ ഒരു ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കരുതി എന്തായാലും PYQ മാത്രം ഇനിയുള്ള ദിവസങ്ങളിൽ നോക്കാമെന്ന്.
അങ്ങനെയാണ് പി എക്ക് മാത്രമുള്ളത് എടുത്ത് നോക്കിയത് കേട്ടോ. അപ്പം ഇങ്ങനെ ചെയ്യുന്നത് ഏറ്റവും നല്ല ബെറ്ററാണ് കേട്ടോ. ഏറ്റവും ഒരു ദിവസം നമ്മൾ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു മാക്സിമം ഒരു 10 ദിവസം തന്നെ എടുത്താൽ മതി. 10 ദിവസത്തിൽ 10 ടോപ്പിക്കായിട്ട് കംപ്ലീറ്റ് ചെയ്യാം. മാക്സിമം നമ്മൾ നോക്കണം. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കറണ്ട് അഫയേഴ്സ് നമുക്ക് ഉറക്കം വരുന്ന ടൈമിൽ ഈ പറയുന്ന പോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ മെഡിസിനൊക്കെ എടുത്തിട്ട് ഇരിക്കുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ കാണും. അതല്ലാതെ ഒഴിച്ചാൽ നമ്മൾ കറക്റ്റായിട്ട് ഇരിക്കുവാണെങ്കിൽ ആ ഒരു കംപ്ലീറ്റ് നമ്മൾ ആ ഒരു